നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം വാരഫലത്തിൽ ചർച്ച ചെയ്യുന്നു കന്നിരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. കന്നിരാശിക്കാർക്ക് ഈ വാരം 1199 ഇടവമാസം 23-ാം തീയതി മുതൽ 31-ാം തീയതി വരെ, അതായത് 2024 ജൂൺ 6 മുതൽ 2024 ജൂൺ 14 വരെയുള്ള 8 ദിവസത്തെ ഫലം, വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഡോക്ടർ മാരാർജി ഇവിടെ ചർച്ച ചെയ്യുന്നത്. കന്നിരാശിക്കാർക്ക് ലഗ്നത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ശനി, 7-ൽ രാഹു, അഷ്ടമത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രൻ, 11-ാം ഭാവത്തിൽ മാന്തി. ഇവിടെ ലഗ്നത്തിലെ കേതു ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്ന് ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് മനസ്സ് പോകുന്ന സമയമാകും. അതുകൊണ്ട് മനസ്സിന് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ തളർന്നു പോകുന്നു. ന്യൂറോളജിയായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാണ്. നല്ല ഒരു ന്യൂറോളജിസ്റ്റിനെ ശാരീരിക ക്ലേശങ്ങളുണ്ടെങ്കിൽ, ശിരോജന്യമായ രോഗങ്ങളുണ്ടെങ്കിൽ സമീപിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേ രീതിയിൽ യൂറോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന രോഗത്തിൻ്റെയും സമയമാകുന്നു. 7-ൽ രാഹു അത്ര ശുഭമല്ല. പഠിതാക്കൾക്ക് പ്രായണ അനുകൂലമായ സമയമാണ്. ബുദ്ധിപതിയായ ഗ്രഹം ശനി വളരെ ശക്തമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. പഠനവുമായി ബന്ധപ്പെടുന്ന യാത്രകൾക്കും വളരെ അനുകൂലമാണ്. സ്വതവേ കന്നിരാശി പരഗൃഹേഹി വിത്തേഹി സമ്മിജ്യത എന്നാണ്. ദേശം വിട്ടുപോയി അന്യരുടെ വീട്ടിലും അന്യരുടെ ധനവും അനുഭവിക്കേണ്ട യോഗമുള്ളവരാണ്. ദേശം വിട്ടു പോകാൻ ഏറ്റവും നല്ല രാശിയാകുന്നു കന്നിരാശിക്കാർ. ഈ രാശിയുടെ നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. അഷ്ടമത്തിലെ ചൊവ്വ ശ്രദ്ധിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ക്ഷേത്രങ്ങൾ, അനാഥാലയങ്ങൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതുമായി ബന്ധപ്പെടുന്ന പദവിയിലുള്ളവർക്ക് കലഹങ്ങളുടെ വാരമായിരിക്കും. അതുകൊണ്ട് ഈ വക വിഷയങ്ങളിൽ ഒന്നുകിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ സംയമനം പാലിക്കുക. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള വളരെയധികം ഭാഗ്യം കാണുന്നു. ഇവിടെ 9-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് പിതാവിനത്ര ശുഭമല്ല. അവിടെ ഗുളിക ഭവനാധിപായ ചന്ദ്രനുമുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പ്രായണ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു. ധനാധിപനായ ഗ്രഹം നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. സാമ്പത്തികമായ ചില സ്രോതസ്സുകൾ തന്നെ മുന്നിൽ വന്ന് പടിവാതിലിൽ എത്തി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. തടസ്സങ്ങൾ മാറാൻ കേരളത്തിന് വെളിയിലുള്ള ആളുകളാണെങ്കിൽ നവഗ്രഹത്തിൽ ചൊവ്വയ്ക്ക് അർച്ചന ചെയ്യുക, സുബ്രഹ്മണ്യന് പഞ്ചാമൃതം തുടങ്ങിയ വഴിപാടുകൾ ചെയ്ത് ഈ ആഴ്ചത്തെ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം കാണുക. രാഹുകേതുക്കളുടെ ദോഷ പരിഹാരമായി നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന അല്ലെങ്കിൽ സർപ്പപൂജ മുതലായ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. 11-ാം ഭാവത്തിലെ മാന്തി യോഗകാരകനാണ്, വളരെയധികം ഗുണം ചെയ്യും. 11-ൽ മാന്തി ഗുളികൻ വരുമ്പോൾ 12 ഭാവങ്ങളിലും ഒരേ ഒരു ഭാവത്തിൽ മാത്രമേ ഗുളികന് ബലം പറഞ്ഞിട്ടുള്ളൂ, അത് 11-ാം ഭാവത്തിലാണ്. അങ്ങനെയുള്ള ചന്ദ്രൻ, ആ ഗുളിക ഭവനാധിപനായ ചന്ദ്രൻ ഇവിടെ വ്യാഴത്തോടും ശുക്രനോടും ബുധനോടും ആദിത്യനോടുമൊക്കെ കൂടെ നിന്ന് ഒരു ബലമുള്ള രാശിയാക്കി തീർക്കുന്ന ഇടവൻ രാശി. പക്ഷേ ചന്ദ്രന് മൗഢ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, മാനസികമായ സംഘർഷങ്ങൾ ഈ വാരത്തിൽ വളരെയധികം നേരിടാതിരിക്കുക, പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നീട് വളരെ അനുകൂലമായ ദിവസങ്ങൾ ഈ വാരത്തിൽ 7-ാം തീയതി വെള്ളിയാഴ്ച മകേരം നക്ഷത്രം പ്രായണ വളരെ അനുകൂലമാണ്. 9-ാം തീയതി ഞായർ പുണർദം നക്ഷത്രം വളരെ അനുകൂലമാണ്. 10-ാം തീയതി തിങ്കളാഴ്ച 4:20 ശേഷം വൈകിട്ട് നല്ലതാണ്. 12-ാം തീയതി ബുധനാഴ്ച മകൻ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ്. ഏതായാലും എല്ലാ പ്രിയപ്പെട്ട കന്നിരാശി പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ സാമ്പത്തികമായ അഭിവൃദ്ധിയോടുകൂടിയ ഒരു വാരം ഡോക്ടർ മാരാർജി നേരുന്നു. നന്ദി, നമസ്കാരം.